ബി.ജെ.പിയിലേക്കുള്ള തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാവുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ല എന്നും ബിനോയ് വിശ്വം പറയുകയാണ്. ശശി തരൂരിൻ്റെ പോസ്റ്റിനെ പറ്റി എന്താ ഞാൻ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ആർക്കും അറിയില്ല, അദ്ദേഹത്തിന് വ്യക്തതയില്ല. ഒരു ഭാഗത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും യോഗ്യനായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് പറയുന്നു. മറുഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. ചുരുക്കത്തിൽ BJPയിലേക്കുള്ള യാത്രയുടെ ആ തിരക്കഥ പൂർത്തിയാവുകയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ എക്സിൽ അദ്ദേഹം കുറിച്ച ഈ പറഞ്ഞ ഒരു കുറിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജം, ചലനാത്മകത, ഇടപെടാനുള്ള സന്നദ്ധ എന്നിവ ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒരു പ്രധാന ആസ്തിയാണ്. അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ വേണമെന്നൊക്കെ ലേഖനത്തിൽ അദ്ദേഹം പറയുകയും അത് പ്രധാനമന്ത്രി തന്നെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒന്നോ രണ്ടോ ആഴ്ചയാവുന്നുള്ളൂ. എന്നാൽ അത് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയുന്ന ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്നൊരു പുസ്തകം തരൂരിൻ്റെതായി ഉണ്ട് താനും. അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പുസ്തകങ്ങളിലെ ഇക്കാലം അത്രയും പറഞ്ഞ വാക്കുകളിലെ വൈരുദ്ധ്യത്തെ അദ്ദേഹം ഏത് ഇംഗ്ലീഷ് കൊണ്ട് വിശദീകരിക്കുമെന്ന് നമുക്കറിയില്ല. അതെന്തായാലും കാത്തിരുന്ന് കാണാം. രാഷ്ട്രീയമാണ്.